എന്റെ ദേവി, അമ്മേ, മഹാമായേ, ദേവിക്ക് വേണ്ടി കഴിപ്പിച്ച പാൽപ്പായസത്തിലാ ഇന്ന് മരുന്ന് കലർത്താൻ പോകുന്നത്. അത് മൊത്തമായിട്ട് ലക്ഷ്മി കുടിക്കണേ. ഇത്രയും നാള് പുറംതിരിഞ്ഞെന്ന ദൈവങ്ങള് ഇപ്രാവശ്യമെങ്കിലും ഞങ്ങൾക്കൊപ്പം നിൽക്കണേ. എന്റെ അമ്മേ ദേവി, ആ മഹാലക്ഷ്മി അവളുടെ അമ്മയൊക്കെ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ മുമ്പ് ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചു തുടങ്ങിയതാ. ആ മഹാലക്ഷ്മി അവളുടെ കെട്ടിയോനും മുടിഞ്ഞു പോണേ എന്റെ ദേവി. മുത്തശ്ശി, വാ പോ. പാൽപ്പായസം. ഉച്ചക്ക് സദ്യ കഴിക്കാൻ വരുവോ? ആ, വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നവിടെ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് പിറന്നാളുകാരി. എന്ന് വെച്ചാ അവളുടെ മൂത്ത മകളും മരുമോനും ഒക്കെ ഇന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വരുന്നുണ്ട് അവിടെ. അല്ല, ഇവിടെ വന്ന് തിരുമേനിയോട് എല്ലാം പറയാറുണ്ടല്ലോ, ലക്ഷ്മിയും അവിടെ അമ്മയൊക്കെ. അതെ തിരുമേനി, ഈ ലക്ഷ്മിയുടെ കെട്ടിയോനെ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് പറഞ്ഞായിരുന്നോ? ഏയ്, ഒന്നും പറഞ്ഞില്ല. പക്ഷേ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് തോന്നി ആ മോന് മാറ്റം ഉണ്ടാവുന്നു. പക്ഷേ ഇതുവരെ മാറ്റമൊന്നുമില്ല. ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ. തോമസ് വൈദ്യനല്ലേ ചികിത്സിക്കുന്നത്. അദ്ദേഹം സിദ്ധനാണെന്ന് മാത്രമല്ല, ദൈവികത്വമുള്ള ആളുമാണ്. എത്ര ദൈവികത്വം ഉണ്ടെന്ന് പറഞ്ഞാലും 10-20 വർഷമായിട്ട് കാണുന്നതല്ലേ കണ്ണൻ വീൽ ചെയറിൽ ഉരുളുന്നത്. ആ, ഇനിയിപ്പോ വലതുകാലിന്റെ വിരല് ചലിച്ച പോലെ ഇടതുകാലിന്റെ വിരല് ചലിച്ച അത്രയും ഭാഗ്യം. അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഉണ്ടായാൽ അത് ദൈവത്തിന്റെ കൃപാകടാക്ഷം. വാ മോളെ. മുത്തശ്ശി, അതെ മോളെ, അയാളെ അവളുമാരുടെ ആളാ. ഇയാളെ കൂടാതെ വേറൊരു ശാന്തിയുണ്ട്. അയാളെ കാണാനാണ് ഈ മോഹിനി ദിവസം ഇവിടെ വരുന്നത്. ഓഹ്, ഇവളുമാരൊക്കെ കൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇനി അവനെ നടത്തിക്ക് പോന്ന് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും അയാൾ നടക്കത്തില്ല മുത്തശ്ശി. ഇന്ന് ഈ പായസം അകത്ത് ചെല്ലുന്നതോടെ ലക്ഷ്മി തീരും. പിന്നെ കണ്ണൻ ഉയർത്തെഴുന്നേൽക്കാനൊന്നും പോകുന്നില്ല. മോളുടെ നാമം പൊന്നായിരിക്കട്ടെ. കാത്തോളണേ. വാ. ഒരു വെള്ളി രൂപ തന്നിട്ട് പോവോ? കൊള്ളാമല്ലോ, കാഴ്ചക്ക് ഒരു കുഴപ്പമില്ലല്ലോ. എന്നെക്കാളും പ്രസരിപ്പോടെയാണല്ലോ നിൽക്കുന്നത്. എന്നിട്ട് കൈത് കിട്ടുന്നത് കണ്ടില്ലേ? പുറമേയുള്ള ഈ പ്രസരിപ്പേ ഉള്ളൂ, നോക്കാനും കാണാനും ഒന്നും ആരുമില്ല. ആ, അമ്പലത്തിലെ ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട്. എന്റെ മരുമോളുടെ പിറന്നാളാ, അതിന്റെ വകയായിട്ടുള്ള അന്നദാനമാ. പായസമുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു വെള്ളി രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ആ, ഇപ്പോഴേ വെള്ളി രൂപയുടെ കാലമൊക്കെ അങ്ങ് പോയി. ഉണ്ടെങ്കിൽ തന്നെ 10 20 ഒക്കെ വെള്ളി രൂപയാ. അത് ഞങ്ങൾ അമ്പലത്തിലിട്ടാ പോരെ. എന്തിനാ വെറുതെ ധർമ്മം തരുന്നേ? മോളുവാ. ഇതുപോലെയുള്ളവരെയൊക്കെ സംരക്ഷിക്കാൻ ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. എന്നിട്ട് അമ്പലത്തിന്റെ മുന്നേ വന്ന് കൈ നീട്ടുവാ. അയ്യേ, മോളുവാ. ഇങ്ങനെ മോളെ, ഞാൻ പിടിക്കാം. വേണ്ട, ഞാൻ വെച്ചോളാം മുത്തശ്ശി. അപ്പോഴേ പായസമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മരുന്ന് കലക്കിയ ശേഷം ആ പായസം കൊതിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ പൊന്നുമോളുടെ മുഖത്ത് എന്നും തെളിച്ചമായിരിക്കും. കേറ് കേറ്.
വണ്ടി എടുത്തോ.